ഞാൻ ജനിച്ച് വളർന്ന നമ്മുടെ നാട്ടിലോട്ടൊന്ന് പോയിട്ട് വരാവേ. എന്ത് വൈബാന്നറിയോ നമ്മുടെ നാട്ടിലൊരു ആഘോഷത്തിന് ചെല്ലുമ്പോൾ. പണ്ടൊക്കെ നമ്മുടെയായിട്ട് എന്ന് പറയുന്ന സ്ഥലം പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു അതിഥി രൂപമാവും അല്ലേ. അതെല്ലാ സ്ത്രീകളുടെയും ഒരു പ്രത്യേക വിധിയാണ്. പക്ഷെ ഞാൻ ആ വിധിയിൽ അഭിമാനിക്കുന്നു. കാരണം എനിക്ക് ഏത് നിമിഷം ഞാൻ ആഗ്രഹിക്കുന്ന എപ്പോൾ വേണോ ഓടി എൻ്റെ നാട്ടിൽ പോവാം. അടുത്തുമാണ്, അത്രയും സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ വീട്ടിലുണ്ട് താനും. പിന്നെ ഇതാണ് നമ്മൾ ഓടി നടന്ന് കളിച്ച് നടന്ന പൈപ്പ് ലൈൻ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ 90s തലമുറയ്ക്കുണ്ടല്ലേ. അതായത് 3 കിലോമീറ്റർ അകത്ത് വരെയുള്ള അയൽക്കാരുടെ പേരുകൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. കേൾക്കുന്നവർ വിചാരിക്കുമായിരിക്കും 3 തലമുറയ്ക്കകത്തുള്ള പേരോ? തള്ളല്ല കേട്ടോ. അതെ, നമ്മുടെ തലമുറയുടെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മുടെ ഒരു 3-4 കിലോമീറ്റർ അകത്ത് വരെയുള്ള അയൽക്കാരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എവിടെ വെച്ച് കണ്ടാലും ഇന്ന മാമി അല്ലെങ്കിൽ ഇന്ന മാമന, ഇല്ല കൂട്ടുകാരി അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റുമായിരുന്നു. അത്രയ്ക്കും നല്ല കാലമായിരുന്നു ആ കാലഘട്ടം. ചില വീടുകളിൽ മാത്രം അപൂർവങ്ങളായ വീടുകളിൽ മാത്രം TV ഉണ്ടായിരുന്ന കാലം, അതുപോലെ അപൂർവമായി ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലം. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറയും. വിളിച്ച് പറയുന്നത് വളരെ ദൂരെയുള്ള ആൾക്കാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടാകും, അവിടെ വിളിച്ച് പറയും. അങ്ങനെ തുടങ്ങി എല്ലാവരുമായിട്ടും നല്ല ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നാട്ടിലുള്ള എല്ലാവരുമായിട്ടും നന്നായിട്ട് അറിയാം. ഈ പൈപ്പ് ലൈൻ വഴിയാണ് സ്കൂളുകളിൽ പോയതും ട്യൂഷൻ ക്ലാസ്സിൽ പോയതും. 10ാം ക്ലാസ്സിൽ മാത്രമേ ട്യൂഷന് പോയിട്ടുള്ളൂ. അപ്പോൾ പോയത് ഈ പൈപ്പ് ലൈൻ വഴിയാണ്. നടന്ന് സ്കൂളിൽ എത്രയോ കിലോമീറ്റർ, 3-4 കിലോമീറ്ററിന് അപ്പുറത്തെ സ്കൂളിലേക്ക് പോകുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അറിയോ ഇങ്ങനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത ആ ഒരു കാലം? ഇന്നത്തെ കുട്ടികൾ തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ പോകാനാണെങ്കിൽ സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മാങ്ങ പറിച്ചും മുള്ളങ്കായ പറിച്ച് തിന്നും അല്ലെങ്കിൽ വല്ലവൻ്റെയും പറമ്പിൽ പപ്പായൊക്കെ കട്ടുതിന്നും ഒക്കെ പോയ ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് ഈ പൊങ്കാല ഇടുന്ന കുറച്ച് സമയം ഞാൻ ഓർത്തെടുത്തത്. ഒരുപാട് സുഹൃത്തുക്കളെയും അയൽക്കാരെയും ഒക്കെ കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഇനി അടുത്ത ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവരും ഇതുപോലെ കാണാൻ.